Good morning. Today we are going to discuss what is operating costing. സോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് അവർ പ്രൊവൈഡ് ചെയ്ത സർവീസിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പാസഞ്ചറിന് എത്ര രൂപ ചിലവാകും എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിന് എത്ര രൂപ ചിലവാകും എന്ന് കണക്കാക്കാനായിട്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ, സർവീസ് കോസ്റ്റിങ്ങിൽ പ്രപ്പോർഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ജനറലി ഹൈ ആയിരിക്കും. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ രണ്ട് തരത്തിലുള്ള കോസ്റ്റ് യൂണിറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഒന്ന് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ജനറലി കോമ്പോസിറ്റ് ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ, ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ സർവീസ് റെൻഡർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ഓരോ ഓർഗനൈസേഷൻസും കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എക്സാമ്പിൾ നമ്മുടെ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്, അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോട്ടൽസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ഇൻഷുറൻസ്, ബാങ്കിങ് സെക്ടേഴ്സ്, ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. സോ സർവീസ് റെൻഡർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കണക്കാക്കുന്നത് രണ്ട് തരത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് സിംഗിൾ കോസ്റ്റ് യൂണിറ്റും മറ്റേതൊന്ന് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റും ആണ്. സോ എന്താണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മളൊരു ഒരു കോസ്റ്റ് യൂണിറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണക്കാക്കുന്നത് ഒരു പാസഞ്ചറിന് എത്ര രൂപ ചിലവായി, അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ റൺ ചെയ്യാൻ എത്ര രൂപ ചിലവായി. അവിടെ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നതാണ് ഒരു കോസ്റ്റ് യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു പാസഞ്ചർ എന്ന് പറയുന്നതാണ് ഒരു കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോസ്പിറ്റൽസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബെഡിന് എത്ര രൂപ ചിലവായി എന്നുള്ളത്. ഇനി ഹോട്ടൽസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലോ പെർ മീൽ എത്ര രൂപ ചിലവായി. ദെൻ എന്താണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ കോസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിൻ്റെ കാര്യം തന്നെ എടുക്കാം. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കോമ്പോസിറ്റ് യൂണിറ്റ് കണക്കാക്കുന്നത് പെർ പാസഞ്ചർ കിലോമീറ്റർ ആണ്. എന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ പോകുന്നതിന് ഒരു പാസഞ്ചർക്ക് വന്ന ചെലവ്, അവിടെ നമ്മൾ രണ്ട് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് പാസഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്, കിലോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഒരു ഹോട്ടൽസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു റൂം ഒരു ദിവസം, അതായത് ഒരു ദിവസത്തേക്ക് ഒരു റൂമിന് വരുന്ന ചിലവ്, അവിടെ രണ്ട് യൂണിറ്റ് ഉണ്ട്, ഒരു റൂമെന്നുണ്ട്, ഒരു ഡേയും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ കീഴിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ് ആണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ട് ഏജൻസികളാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ്. അവർ ഒരു വാഹനം ഒരു കിലോമീറ്റർ ഓടുന്നതിന് വരുന്ന ചെലവ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാസഞ്ചർ കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ അതിന് വരുന്ന ചെലവ് കണക്കാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. അപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മളിവിടെ പാസഞ്ചറുടെ എണ്ണം, അതേപോലെ തന്നെ ക്യാരേജ് ചെയ്യുന്ന ലോഡ്, ഡിസ്റ്റൻസ് കവേർഡ്, കപ്പാസിറ്റി എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി ഈ ബസ് ആണെന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ ചാർജ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സിൻ്റെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടിൻ്റെ കോസ്റ്റ്, അതായത് ഒരു സാധനം ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർജ്, അത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ എങ്ങനെ നമുക്ക് കോസ്റ്റ് കണക്കാക്കാം എന്നുള്ളത് നോക്കാൻ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മൾ കോസ്റ്റ് കളക്ഷൻ ചെയ്യണം, അതിനുശേഷം അത് ക്ലാസിഫിക്കേഷൻ ചെയ്യണം, അതിനുശേഷം നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഫൈനലി ആണ് നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുന്നേ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആദ്യത്തേത് കളക്ഷൻ ഓഫ് കോസ്റ്റ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നത്
ഒരു വാഹനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഡെയിലി ലോഗ് ഷീറ്റിൽ നിന്നാണ്. ഈ ഡെയിലി ലോഗ് ഷീറ്റിലാണ് നമ്മൾ ഈ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ്, കപ്പാസിറ്റി, റണ്ണിങ് ടൈം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ആദ്യമായിട്ട് ഫിക്സ്ഡ് ആൻഡ് സ്റ്റാൻഡിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. വാഹനം ഓടിയാലും ഓടിയിട്ടില്ലെങ്കിലും നമ്മൾ അടയ്ക്കേണ്ട ചാർജാണ് ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഗാരേജ് റെന്റ്, റോഡ് ടാക്സ്, ഇൻഷുറൻസ്, ഓഫീസ് എക്സ്പെൻസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ തരത്തെ ക്ലാസിഫിക്കേഷൻ ആണ് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജ് എന്ന് പറയുന്നത്. വാഹനം ഓടുമ്പോൾ ഉണ്ടാകുന്ന ചാർജാണ് ഇത്. ഉദാഹരണത്തിന് നമ്മുടെ പെട്രോള്, ഡീസൽ, ഡിപ്രീസിയേഷൻ എക്സെട്ര. മൂന്നാമത്തെ തരത്തിലുള്ള കോസ്റ്റ് ആണ് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്നത്. അത് വാഹനത്തിന് വരുന്ന റിപ്പയർ, മെയിൻ്റനൻസ്, അതുപോലെ തന്നെ നമ്മുടെ ടയറിന്റെ ചാർജ്, ട്യൂബ്, ആക്സസറീസ് എക്സെട്ര ആണ്. കാരണം റണ്ണിങ് കണ്ടീഷനിൽ വാഹനത്തെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന കോസ്റ്റുകളാണിത്. മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ജനറലി ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിൽ നമ്മൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണ് ഉപയോഗിക്കാറ്. അതായത് പാസഞ്ചർ കിലോമീറ്റർ, 10 കിലോമീറ്റർ എക്സെട്ര തുടങ്ങിയൊക്കെ. ഇനി എങ്ങനെയാണ് ഇവിടെ കോസ്റ്റ് യൂണിറ്റ് കണക്കാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻറ്റു കപ്പാസിറ്റി ഇൻറ്റു കിലോമീറ്റർ ഓർ മൈൽ ഇൻറ്റു ഡേയ്സ് ഇൻറ്റു പാസഞ്ചർ ഓർ വെയിറ്റ് ആക്ച്വലി ക്യാരിഡ്. ഫൈനലി നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ 3 കോളംസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിൽ പെർട്ടിക്കുലേഴ്സ്, നമ്മുടെ കോസ്റ്റ് ആണ് എഴുതേണ്ടത്. ദെൻ ടോട്ടൽ കോളം, ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് കോളം. സോ ഒന്നാമത്തെ കോളം നിങ്ങൾ എഴുതേണ്ടത് ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. റോഡ് ടാക്സ്, ഇൻഷുറൻസ്, ഗാരേജ് റെന്റ്, സൂപ്പർവൈസർ സാലറീസ് എക്സെട്ര. അതിന്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ആദ്യ കോളത്തിൽ എഴുതും. ദെൻ രണ്ടാമത്തെ കോളത്തിൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ കിട്ടിയ ടോട്ടൽ കോസ്റ്റിനെ ഏതാണോ നമ്മൾ യൂണിറ്റ് എടുത്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ടോട്ടൽ കിലോമീറ്റേഴ്സ് കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ അവിടെ യൂണിറ്റ് എടുത്തിരിക്കുന്നത് കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് രണ്ടാമത് നമ്മൾ എഴുതുന്നത് നമ്മുടെ മെയിൻ്റനൻസ് ചാർജ് ആണ്. മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് റിപ്പയർ, റിന്യൂവൽ, ടയർ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൻ്റെയും ടോട്ടൽ കോസ്റ്റ് നമ്മൾ ആദ്യ കോളത്തിൽ എഴുതും. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ കോളത്തിൽ, നെക്സ്റ്റ് കോളത്തിൽ ഏതാണോ നമ്മൾ യൂണിറ്റ് എടുത്തിട്ടുള്ളത്, ചിലപ്പോൾ ടോട്ടൽ കിലോമീറ്റേഴ്സ് പെർ കിലോമീറ്റർ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ കിലോമീറ്റേഴ്സ് കൊണ്ട് ഈ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ മൂന്നാമതായിട്ട് എഴുതുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ചാർജ് ആണ്. ഓപ്പറേറ്റിംഗ് ചാർജ് ആണ് പെട്രോള്, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ടോട്ടൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. ഫൈനലി അറ്റ് ദ എൻഡ് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റും നമ്മൾ എന്ത് ചെയ്യും, കണക്കാക്കും. ഓക്കെ. എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഡിപ്രീസിയേഷൻ നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണോ ആ ഒരു അസറ്റിന്റെ കോസ്റ്റ്, അതിൽ നിന്ന് അതിന്റെ സ്ക്രാപ്പ് കുറച്ചതിന് ശേഷം ആ അസറ്റിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ ഇയേഴ്സ്, എത്ര വർഷം അതിന്റെ ലൈഫ് ഉണ്ട് എന്നത് കണക്കാക്കി അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നോർമലി നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ കാണേണ്ടത് ചിലപ്പോൾ ഒരു കിലോമീറ്ററിന് എത്ര ഡിപ്രീസിയേഷൻ, ഒരു മൈലിന് എത്ര ഡിപ്രീസിയേഷൻ എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിൽ കാണേണ്ടി വരിക. അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ പെർ ആനും, ഒരു വർഷത്തെ ഡിപ്രീസിയേഷനെ നമ്മൾ ഒരു വർഷം ഓടിയ കിലോമീറ്റർ കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം ഓടിയ മൈൽസ് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോമീറ്റേഴ്സിൻ്റെ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ നമ്മുടെ വാഹനത്തിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ കിലോമീറ്റേഴ്സ് ഓർ മൈൽ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്രീസിയേഷൻ പെർ മൈൽ ഓർ കിലോമീറ്റർ നേരിട്ട്